ജാമ്പയ്ക്ക ധാരാളം കിട്ടുന്ന ഈ സീസണിൽ നമുക്ക് ജാമ്പയ്ക്ക കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന ഒരു അച്ചാർ വളരെ എളുപ്പം ഒക്കെ വീട്ടിൽ കായ്ക്കുന്ന ജാമ്പയ്ക്ക കൊണ്ട് തന്നെ തയ്യാറാക്കാം. ജാമ്പയ്ക്ക പഴുത്ത് കഴിയുകയാണെങ്കിൽ അത് കൊഴിഞ്ഞു പോവും. അത് കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പറിച്ചെടുത്ത് ഇതുപോലെ അച്ചാറാക്കി കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 3-4 മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അതിനായിട്ട് ജാമ്പയ്ക്ക ഇതുപോലെ പറിച്ചെടുത്ത് നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കണം. ആ നടുക്ക് കാണുന്ന ആ കറുത്ത ഇത് വെള്ളത്തിൽ ഇതുപോലെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് സമയം പിടിക്കുമെന്നേ ഉള്ളൂ. നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ജാമ്പയ്ക്ക നമുക്ക് മുറിച്ചെടുക്കാം. ജാമ്പയ്ക്ക മുറിക്കാനായിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ മുറിച്ചെടുക്കാവുന്നതാണ്. ചില ജാമ്പയ്ക്കയിൽ കുരു കാണത്തില്ല. കുരു ഇല്ലാത്ത ജാമ്പയ്ക്ക ഇതുപോലെ തന്നെ എടുക്കാം. കുരു ഉണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ കൈകൊണ്ട് മുറിക്കുന്നില്ലെങ്കിൽ കത്തി കൊണ്ട് വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. ഇതുപോലെ കുരു ഉള്ള ജാമ്പയ്ക്ക ആണെങ്കിൽ കുരു കളഞ്ഞിട്ട് വേണം ജാമ്പയ്ക്ക കഷ്ണങ്ങളാക്കേണ്ടത്. അതിൽ ആ നടുക്ക് കാണുന്ന ആ കറുത്ത പൊടിയും ഒട്ടും കാണാൻ പാടില്ല. നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ കുരുവും കാണാൻ പാടില്ല. ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് എല്ലാ ജാമ്പയ്ക്കയും മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുത്ത ജാമ്പയ്ക്ക ഒരു കോട്ടൺ തുണിയിൽ മാറ്റി നന്നായിട്ട് പൊതിഞ്ഞ് അതിലുള്ള വെള്ളമയം എത്രത്തോളം മാറ്റാൻ പറ്റുമോ അത്രത്തോളം മാറ്റിയെടുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ 1-2 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ആ വെള്ളമയം നന്നായിട്ട് മാറിക്കിട്ടി അച്ചാർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അടിക്കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. ഇത് അച്ചാറായതുകൊണ്ട് ശകലം എണ്ണ കൂടുതൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ നമ്മൾ എണ്ണയിൽ ഇതുപോലെ വഴറ്റി എടുക്കുകയാണെങ്കിൽ 3-4 മാസം നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഈ ജാമ്പയ്ക്കയുടെ അച്ചാർ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് ചെറിയ ബോട്ടിലാക്കി ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യാനുസരണം ഫ്രിഡ്ജിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണയിൽ ഇതുപോലെ വഴറ്റിയെടുക്കുമ്പം വെള്ളമയം ഒട്ടും ഇല്ലാതെ എണ്ണ ഏകദേശം ഇതുപോലെ തെളിഞ്ഞു വരുന്ന രീതിയിൽ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഡയറക്റ്റായിട്ട് എണ്ണയിൽ തന്നെ പൊടികൾ ചേർക്കുന്ന രീതിയിൽ ചേർക്കുക. ഇപ്പം കായപ്പൊടിയും വറുത്ത ഉലുവാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കൂടെ മുളക് പൊടിയും വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്, സാധാരണ മുളകിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് എടുക്കാം. ഇപ്പം മുളക് പൊടി തയ്യാറാക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണയിൽ മുളക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. മുളകൊന്ന് പൊങ്ങി വരുന്ന ആ രീതിയിൽ വരുമ്പം തണുപ്പിച്ചതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം എല്ലാത്തിലും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എണ്ണയിലേക്ക് പൊടികൾ ചേർത്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാവൂ. അപ്പം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടിയോ ഉപ്പോ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഇതുപോലെ യോജിപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ആ എണ്ണയും നന്നായിട്ട് തെളിഞ്ഞ് വരും. ഇത് ഇന്ന് തയ്യാറാക്കുന്ന ഈ ജാമ്പയ്ക്കയിലും കൂടുതൽ നമുക്ക് ചാറ് 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. ഇതുപോലെ കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കാം. അല്ല, ഇത് 3-4 ചെറിയ കുപ്പികളിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 കുപ്പികൾ ഫ്രീസറിൽ വെച്ചിട്ട് 1 കുപ്പി താഴെ ഫ്രിഡ്ജിൽ വയ്ക്കുക. അത് തീരുന്ന അനുസരിച്ച് ഓരോ കുപ്പികളായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെ ഈ അച്ചാർ സൂക്ഷിച്ച് വയ്ക്കാം. സീസണിൽ കിട്ടുന്ന ജാമ്പയ്ക്ക മുഴുവൻ ഇതുപോലെ അച്ചാറിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.